കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാം. നമ്മൾ ഉദ്ധവൻ്റെ ബദരി യാത്രയുടെ അവിടെ എത്തിയെടുക്കുകയാണല്ലോ. 44-ാമത്തെ ശ്ലോകം കൂടി ചെയ്തു. ഭഗവാന്റെ, അതായത് ഭഗവാൻ ഉദ്ധവനെ പറഞ്ഞേക്കണ ആ ഭാഗമാണ് നമ്മൾ എത്തിയതല്ലേ. എന്താ ഭഗവാൻ പറഞ്ഞത് ഉദ്ധവരോട്? ഉദ്ധവരെ, ഇനി നിങ്ങൾ ഞാൻ അവിടെ എൻ്റെ സാന്നിധ്യം എപ്പോഴുമുള്ള ബദരിയാശ്രമത്തിലേക്ക് പൊക്കോളൂ. അവിടെ എൻ്റെ പാദം ശുദ്ധീകരിച്ച്, ബ്രഹ്മാവ് എൻ്റെ പാദം കഴുകിയ വെള്ളമാണല്ലോ ഗംഗ. ആ ഗംഗയിൽ സ്നാനം ചെയ്ത് ദിവസങ്ങൾ കഴിച്ചു കൂട്ടൂ. അതുപോലെ തന്നെ അളകനന്ദയെ കണ്ടിട്ട് എല്ലാ മനസ്സിനെ പരിശുദ്ധമാക്കൂ. എന്നിട്ട് വൽക്കലൊക്കെ ധരിച്ച്, അതായത് മരവുരി ധരിച്ച് ഈ കാട്ടിലത്തെ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് അവിടെ കഴിഞ്ഞോളൂ. പിന്നെയോ നല്ല തിതിക്ഷ അഭ്യസിക്കണം. അതായത് ദ്വന്ദ്ങ്ങളെയൊക്കെ എന്താണ്, അതായത് പ്രതികൂലാനുഭവങ്ങളെയും അനുകൂലാനുഭവങ്ങളെയൊക്കെ പരാതിയില്ലാതെ സഹിച്ച് തിതിക്ഷ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ജയിച്ച് മനസ്സിനെ പരിപാകപ്പെടുത്തി ജ്ഞാനവും വിജ്ഞാനങ്ങളും ഉറപ്പിച്ച്, അതായത് ജ്ഞാനത്തിനെ അനുഭവമായിട്ട് ഉറപ്പിച്ച് അവിടെ കഴിഞ്ഞു കൂടൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞെന്നില്ലേ, ഞാൻ ഉപദേശിച്ച എല്ലാ തത്വങ്ങളും തന്നെ ഏകാന്തതയിൽ ഇരുന്നിട്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഉറപ്പിക്കൂ. എന്നിട്ട് വാക്കും മനസ്സും ശരീരവും എല്ലാം എന്നിൽ അർപ്പിച്ച് ഏകാഗ്രബുദ്ധിയോടുകൂടി ബ്രഹ്മാനുഭവത്തോടു കൂടി ഇരിക്കൂ. അങ്ങനെയായാൽ ഉദ്ധവൻ എന്നെ പ്രാപിക്കും, ഗുണാതീതനായിട്ടുള്ള എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് 45 ശുഖബ്രഹ്മർഷി പറയണതാണ്. കഴിയാറായി ഈ അധ്യായം കേട്ടോ. അപ്പോൾ 45 നമുക്ക് ശുഖബ്രഹ്മർഷി പറയണത് വായിക്കാം. ശ്രീശുഖ ഉവാച സ ഏവ മുക്തോ ഹരിമേധസോദ്ധവ പ്രദക്ഷിണം തം പരിസൃത്യ പാദയോഃ ശിരോനിധായാശ്രുകളാഭിരാർദ്രധീർ ന്യഷിഞ്ചദ്വന്ദ്വപരോപ്യുപക്രമേ. എന്താണ് പോയി ബദരിയിലേക്ക് എന്നേക്കുമായി ഭഗവാനെ വിട്ടുപിരിഞ്ഞ് പോവുകയാണ്. പാവം 120 കൊല്ലം 125 കൊല്ലത്തോളം ഭഗവാന്റെ കൂടെ നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എത്ര വിഷമം ഉണ്ടാവും ഭഗവാനെ വിട്ടിട്ട് പോകുമ്പോൾ അല്ലേ. അപ്പോൾ അതാണ് ഇതിൽ പറയണത്. ഹരിമേധസ, ശ്രീകൃഷ്ണ ഭഗവാനാൽ ഏവം ഉക്ത, ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ സ ഉദ്ധവ, ആ ഉദ്ധവർ തം പ്രദക്ഷിണം പരിസ്കൃത്യ, ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് പാനയോഹോ ശിരോനിധായ, തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് അദ്വന്ദ്വ പര അഭി, സുഖദുഃഖങ്ങളിൽ ഒന്നും ബന്ധമില്ലെങ്കിൽ പോലും നല്ല മായാമോഹത്തിനൊക്കെ വിട്ടുന്നു, എന്നാലും അപക്രമേ പുറപ്പെടുന്ന നേരം ആർദ്രധി, മനമുരുകി ഭഗവാനെ വിട്ടുപിരിയണ ഒരു വിഷമം, അത്രയേ ഉള്ളൂ. അല്ലാതെ മായയുടെ വിഷമങ്ങളൊന്നുമല്ല, മായാവലയത്തിൽപ്പെട്ടിട്ടുള്ള വിഷമങ്ങളല്ല കേട്ടോ. അശ്രുകലാഭി, കണ്ണുനീർത്തുള്ളികളാൽ നഷിഞ്ചത്, ഭഗവാന്റെ കാലടികളെ നനച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് പോവാറാകുമ്പോൾ പാവല്ലേ, 125 കൊല്ലമായിട്ട് ഭഗവാന്റെ കൂടെയാണ്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ശുഖബ്രഹ്മർഷി പറയുകയാണ്, ഇതൊക്കെ കേട്ടപ്പോൾ ഉദ്ധവര് ഭഗവാന്റെ പാദങ്ങൾ തലകൊണ്ട് വന്ദിച്ച് പ്രദക്ഷിണം ചെയ്ത് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് പോവാനായിട്ട് പുറപ്പെട്ടു. അതായത് എത്രയോ കാലം ഭഗവാന്റെ കൂടെ ഉണ്ടായതല്ലേ. അപ്പോൾ ആർദ്രധി, മനസ്സിങ്ങനെ ഉരുകിയിട്ട് കണ്ണുനീർത്തുള്ളികളാൽ ഭഗവാന്റെ കാലടികളെ നനച്ച് നമസ്കരിച്ചിട്ട് പോവുകയാണ്. ആര്? അശ്രുക്കൾ കൊണ്ട് അവിടുത്തെ ശ്രീപാദപത്മങ്ങളെ നനച്ചു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഈ ശ്ലോകത്തിലൂടെ. ഇനി പോവുകയെന്ന അടുത്ത ശ്ലോകത്തിലാണ്. ശ്രീശുഖ ഉവാച സ ഏവ മുക്തോ ഹരിമേധസോദ്ധവ പ്രദക്ഷിണം തം പരിസൃത്യ പാദയോഃ ശിരോനിധായ ആശ്രുകളാഭിരാർദ്രധീർ ന്യഷിഞ്ചദ്വന്ദ്വപരോപ്യുപക്രമേ. പാവം, അതായത് ദ്വന്ദ്വാതീതനൊക്കെ ആയിരുന്നു ഇപ്പോൾ ശരിക്കും പറയാച്ചാൽ. എങ്കിലും ഭഗവാനെ വിട്ടു പോവാനുള്ള ആ ഒരു ഹൃദയം ഉരുകി ശരിക്കും. അങ്ങനെ അശ്രുകണങ്ങൾ
കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭഗവാന്റെ പാദപത്മത്തിന് നനച്ചു പാവം അല്ലേ. അത് മായാവലയത്തിൽ നിന്നൊക്കെ നല്ലോണം മുക്തനായിരുന്നു കേട്ടോ. സദുസ്ത്യജ സ്നേഹവിയോഗകാതരോ ന ശക്നുവംസ്തം പരിഹാതു മാതുരഃ കൃച്ഛം യയൗ മൂർധനി ഭർതൃപാദുകേ ബിഭ്രൻ നമസ്കൃത്യ യൗ പുനഃ. എത്ര നമസ്കരിച്ചിട്ടും പിന്നെ വിട്ടു പോകാൻ തോന്നില്ല. പിന്നെ നമസ്കരിക്കണതാണ് കേട്ടോ ഇതിൽ പറയണം 46. സദുസ്ത്യജ സ്നേഹവിയോഗകാതര, അതായത് ത്യജിക്കാൻ സാധിക്കാത്തത്ര, അതായത് അകന്നു പോവാൻ പറ്റാത്തത്ര സ്നേഹത്തോടു കൂടിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വിരഹത്തിൽ വളരെ വിഷമിക്കുന്നവനും ആതുരൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതനുമായ അവർ തം പരിഹാതും ആ ഭഗവാനെ വിട്ടു പിരിയുവാൻ അശക്നുമൻ ശക്തിയില്ലാത്തവനായി കൃച്ഛം യയൗ വളരെ കഷ്ടമായിട്ടുള്ളൊരവസ്ഥയെ പ്രാപിച്ചു. ഭർതൃപാദുകെ ആ ഭഗവാന്റെ പാദുകങ്ങളെ മൂർധനി തലയിൽ താങ്ങിക്കൊണ്ട് പുനഃ നമസ്കൃത്യ പിന്നെയും നമസ്കരിച്ചുകൊണ്ട് യയൗ ബദരിക്ക് പോയി. പാവം അല്ലേ, എത്രയും പോകാൻ തോന്നില്ല, വിട്ടുപോകാനേ. അതായത് ഒരിക്കലും വിട്ടുപോകാൻ കഴിയാത്ത അത്ര സ്നേഹത്തോടു കൂടിയ അങ്ങയുടെ ഈ വിരഹത്തിൽ അതീവ ദുഃഖിതനായിട്ട് ഭഗവാനെ വിട്ടുപോകാൻ തീരെ ശക്തിയില്ലാതെ ദുഃഖിതനായിട്ട് പിന്നെയും അങ്ങ് നൽകിയിട്ടുള്ള അങ്ങയുടെ ആ പാദുകങ്ങളെ, അതായത് ഭഗവാന്റെ നെതിയടികളെ വളരെ സ്നേഹപൂർവം ആദരപൂർവം അത് ശിരസിൽ വെച്ചുകൊണ്ട് ഭഗവാനെ പിന്നെയും നമസ്കരിച്ചുകൊണ്ട് വിട്ടുപോകാൻ തോന്നാഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവിടുന്ന് നടന്നു പോയി എന്നാണ് പറയുന്നത്. അതായത് പിന്നെ എന്താണ്, ശരിക്കും ബദരിക്ക് പോവാൻ ഭഗവാൻ നിർബന്ധിച്ചുകൊണ്ട് പോവുകയാണ്. തത്വമൊക്കെ മനസ്സിലായി, എല്ലാം മനസ്സിലായാലും 125 കൊല്ലത്തോളം ഭഗവാന്റെ അതോ എങ്ങനെയായിരുന്നു പിന്നെ എന്താണ് ഇന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഭഗവാൻ നമ്മൾ വേറൊരു ദിക്കിലത് പറഞ്ഞല്ലോ, എങ്ങനെയായിരുന്നു ഉദ്ധവൻ ഭഗവാന്റെ ദാസൻ എങ്ങനെയാണ്. അതായത് ഭഗവാൻ ഇന്നണിഞ്ഞ മാല നാളെ വേറെ മാലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ അയച്ചു വെച്ചാൽ അതാണ് പിന്നെ ഉദ്ധവൻ അണിയ. അങ്ങനെയാണ് എല്ലാം ഭഗവാൻ ഉപയോഗിച്ചതേ അവനും ഉപയോഗിക്കൂ. അങ്ങനെ ഒരു ദാസനായിരുന്നു. അത്ര എല്ലാത്തിനും കൂടെ എല്ലാ സമയത്തും കൂടെ അങ്ങനെയുള്ള ഒരു ഭക്തനും ദാസനും സഖാവും ഒക്കെ ആയിരുന്നു. അപ്പോൾ എളുപ്പമൊന്നും അല്ലല്ലോ അങ്ങനെ 125 കൊല്ലം കഴിഞ്ഞിട്ട് വിട്ടുപോവാൻ. എത്ര തത്വജ്ഞാനം കിട്ടിയാലും ഭഗവാനെ വിടുന്ന ആ ദുഃഖം കൊണ്ടാണ് കരയണത്. എന്തായാലും ഭഗവാൻ അറിഞ്ഞു കൊടുത്ത ആ മെതിയടി ശിരസിൽ വെച്ചിട്ട് പിന്നെയും നമസ്കരിച്ച് വളരെ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോയി എന്നാണ്. എങ്ങനെയൊക്കെയോ പോയി എന്നേ പ്രയോഗിക്കൂ. സദുസ്ത്യജ സ്നേഹവിയോഗകാതരോ ന ശക്നുവസ്തം, വിട്ടുപോവാൻ ശക്തിയില്ലാത്തവനായി, ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ ശക്തിയില്ലാത്തവനായിട്ട് പരിഹാതും ആതുര, അതുകൊണ്ടാണ് ആതുരനായത്. കൃച്ഛം യയൗ മൂർധനി ഭർതൃപാദുകേ ബിഭ്രം നമസ്കൃത്യയൗ പുനഃ വീണ്ടും നമസ്കരിച്ച് അവസാനം പോയി. തതസ്തമന്തർഹൃദി സന്നിവേശ്യ ഗതോ മഹാഭാഗവതോ വിശാലാം യഥേപതിഷ്ടം ജഗദേകബന്ധുനാ തതഃ സമാസ്ഥായ ഹരേരഗാദ്ഗതിം. തതഃ തം അന്തർഹൃദി സന്നിവേശ്യ, അതിനുശേഷം അങ്ങയുടെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രവേശിപ്പിച്ച് മഹാഭാഗവത ആ പരമഭാഗവതനായിട്ടുള്ള ഉദ്ധവൻ വിശാലാം ഗത ബദരിയിലേക്ക് പോയി. അങ്ങനെ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉദ്ധവൻ ബദരിയിലേക്ക് പോയി. തഥ സമാസ്ഥായ ജഗദേകബന്ധുന യഥോപതിഷ്ടം ഹരേർഗതിം അഗാത്. അവിടെ ശ്രീപാദസേവ, അതായത് ഭഗവാന്റെ പാദകമലങ്ങളെ സേവ ചെയ്ത് വസിച്ച് ഈ ലോകത്തിനെല്ലാം ഏകബന്ധുവായിട്ടുള്ള അങ്ങയാൽ ഉപദേശങ്ങളാൽ നൽകപ്പെട്ടവനായി ഭഗവാനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഭഗവാനെ തന്നെ ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചു, ഭഗവാനിൽ ലയിച്ചു പിന്നെ അല്ലേ. അതായത്
പിന്നത്തെ കാര്യം പറയാണ്. അങ്ങനെ പോയി കഴിഞ്ഞ് ബദരിയിൽ എത്തിയിട്ട് ഭഗവാൻ പറഞ്ഞ പോലെ ഭാഗവത ഉത്തമനായിട്ട് ഭാഗവത ധർമ്മങ്ങളെ മാത്രം അനുഷ്ഠിച്ച ഭഗവാൻ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ അതായത് ഒരു കടുക് മണി പോലും തെറ്റാതെ അങ്ങനെ തന്നെ അനുഷ്ഠിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനിൽ തന്നെ ജഗത്തിൻ്റെ ഏക ബന്ധുവായ അങ്ങയിൽ തന്നെ അങ്ങയോട് ജഗത്തിൻ്റെ ഏകബന്ധുവായ അങ്ങയുമായി ഐക്യം പ്രാപിച്ചു. മീൻസ് എന്താ? ആത്മസാക്ഷാത്കാരം കിട്ടി, അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടി. ഭഗവാൻ ബ്രഹ്മം തന്നെയാണല്ലോ. ഭഗവാൻ പറഞ്ഞ പോലെ ശേഷം ഉള്ള കാലം, അതായത് ശരീരം ത്യജിക്കാറാവുന്നത് വരെ ഭഗവാൻ പറഞ്ഞ പോലെ അതൊന്നൊരു വ്യത്യാസവും ഇല്ലാതെ അനുഷ്ഠാനം ചെയ്ത് ഭാഗവത ധർമ്മങ്ങൾ ആചരിച്ച് ഭാഗവതോത്തമനായിട്ട് ജീവിച്ച് അവസാനം ഭഗവാനുമായി ഐക്യം പ്രാപിച്ചു, അല്ലെങ്കിൽ ബ്രഹ്മൈക്യം പ്രാപിച്ചു. തതസ്തമന്തർഹൃദി സന്നിവേശ്യ ഗതോ മഹാഭാഗവതോ വിശാലാം യഥോപദിഷ്ടം ജഗദേക ബന്ധുന തതസ്സമാസ്ഥായ ഹരേരഗാദ്ഗതിം. 48. യ ഏതദാനന്ദസമുദ്രസംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം കൃഷ്ണേന യോഗേശ്വരസേവിതാഘ്രിണ സ്വച്ഛതയാ സേവ്യ ജഗദ്വിമുച്യതേ. ഇനി ഒരു ഫലശ്രുതി പോലെ പറയാണ്. ആനന്ദസമുദ്ര സംഭൃതം യോഗേശ്വര സേവിതാഘ്രിണ, അതായത് ആനന്ദ സമുദ്ര തന്നെയായ എന്ത് ആനന്ദസമുദ്രം പോലെയുള്ള ഈ ഭക്തിയാൽ യോഗേശ്വര സേവിതാഘ്രിണ കൃഷ്ണേന, പിന്നെ അതായത് ഇങ്ങനെ ഭക്തിമാർഗത്തിൽ കൂടെ പോയിട്ട് ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചുവല്ലോ. അതാണപ്പോൾ ഇതിൽ പറയണം 48 എന്താ അറിയോ? ആനന്ദസമുദ്ര സംഭൃതം, അതായത് ഭക്തിമാർഗമാകുന്ന ആനന്ദസാഗരത്തിൽ നിന്ന് ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഭക്തിമാർഗം ആണ് ആനന്ദം, എപ്പോഴും ആനന്ദം തരുന്നതാണെന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാളെ സ്നേഹിക്കുകയാണല്ലോ ഭഗവാനെ, കളങ്കമില്ലാതെ സ്നേഹിക്കുന്നൊരു ആനന്ദം ഉണ്ടല്ലോ, അതാണ് ഭക്തിമാർഗ ആനന്ദം. ആനന്ദസാഗരത്തിൽ നിന്ന് യോഗീശ്വരന്മാരാൽ സേവിക്കപ്പെട്ട അങ്ങയുടെ സേവിക്കപ്പെട്ട അങ്ങയുടെ പാദങ്ങളോട് കൂടിയ കൃഷ്ണേന ശ്രീകൃഷ്ണനാൽ ഭാഗവതായ ഭക്തനായ ഉദ്ധവന് ഭാഷിതം ഉപദേശിക്കപ്പെട്ട ഏതജ്ഞാനാമൃതം. ഇപ്പം പിന്നെ ഉദ്ധവന് ഉപദേശിച്ച ഈ ഉദ്ധവോപദേശം ഉണ്ടല്ലോ, ആ തത്വം യഹ സശ്രദ്ധയ, ആരാണ് ഭക്തിയോടെ ആ സേവ്യ കേൾക്കുന്നതും സേവിക്കുന്നുവോ അവൻ മുക്തനാകുമോ എന്ന് പറയണോ ചോദിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും മുക്തി കിട്ടും. എന്തെന്നാൽ ആ ഭഗവാന്റെ സംബന്ധം കൊണ്ട് ജഗത്ത് മുഴുവൻ വിമുച്ചതയെ മുക്തി പ്രാപിക്കുന്നു. എന്താ പറഞ്ഞാൽ ഈ ഭക്തിമാർഗത്തിൽ നിന്ന് ഉണ്ടായതും യോഗീശ്വരൻ, വലിയ വലിയ യോഗീശ്വരന്മാർ ആരാൽ പോലും ആരാധിക്കപ്പെടുന്ന ഭഗവാന്റെ പാതാരബിന്ദങ്ങളോട് കൂടിയ ആ സച്ചിദാനന്ദമൂർത്തിയാൽ തന്നെ, അതായത് എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ഭഗവാൻ തന്നെ ഉദ്ധവന് ഉപദേശം കൊടുത്തു അല്ലേ. അങ്ങനെ ഉപദേശം ലഭിക്കാൻ ഭാഗ്യമുണ്ടായ ഈ ജ്ഞാനാമൃതം ഭഗവാൻ ഉപദേശിച്ചില്ലേ ഉദ്ധവർക്ക്, ആ ജ്ഞാനാമൃതം ആരാണ് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അനുഷ്ഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യണ ആ സാധകൻ മുക്തനാകും എന്ന് നമുക്ക് പറയേണ്ട ആവശ്യം തന്നെ ഇല്ലയെന്ന്. എന്താച്ചാൽ ആ ഭഗവാന്റെ സംഘം കൊണ്ട് ജഗത്ത് മുഴുവൻ മുക്താവും. ഈ പ്രപഞ്ചം മുഴുവനും മുക്തി കൊടുക്കാൻ പിന്നെ കഴിവുള്ള ആളാണ് ഭഗവാൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മുക്തി നൽകാൻ കഴിവുള്ള ആ ഭഗവാന്റെ ഉപദേശം, ഉദ്ധവനോടുള്ള ഉപദേശം ആരാണ് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്, ആരാണ് ആദരവോടും ശ്രദ്ധയോടും കൂടി അതിനെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ആ സാധകന് മുക്തി ലഭിക്കുന്ന പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണം അല്ലേ. അതൊരു ഫലശ്രുതി പോലെ ഏതദാനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം കൃഷ്ണേന യോഗേശ്വര സേവിതാഘ്രിണ സച്ഛതയാ സേവ്യ ജഗദ്വിമുച്യതേ. ഇനി 49 ഈ അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകമാണ് കേട്ടോ.
ഇനി ഭഗവാനെ നമസ്കരിക്കുകയാണ്. ആര്? ശുകബ്രഹ്മർഷി. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമ കൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം അമൃതമുദധിതശ്ചാപായയത് ഭൃത്യവർഗാൻ വൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ഇതൊരു ശ്രീ ശുകബ്രഹ്മർഷിയുടെ നമസ്കാരം. ഭവഭയം, അതായത് സംസാരത്തിന് ഭയത്തിനെയും സംസാരഭയത്തിനെയും, അതാണല്ലോ ഭവഭയം, സംസാരഭയത്തിനെയും അപഹന്തും ഇല്ലാതാക്കാൻ, നമുക്ക് ഈ സംസാരഭയത്തിനെ ഇല്ലാതാക്കാൻ നിഗമകൃത് വേദത്തിന് ജന്മം നൽകിയ ഭഗവാൻ ഭൃംഗവധു വണ്ടുപോലെ ജ്ഞാനവിജ്ഞാന രൂപമായ വേദസാരത്തിനെയും ഉദധിത സമുദ്രത്തിൽ നിന്നും അമൃതത്തിനെയും ഉപജഹ്രെ എടുത്ത് ഭൃത്യവർഗാൻ തൻ്റെ ഭക്തന്മാർക്ക് അപായയദിച്ച കുടിപ്പിക്കുകയും ചെയ്ത്, അപായം കുടിപ്പിക്കുകയും ചെയ്ത് ആദിയിലിരിക്കുന്നവനും കൃഷ്ണസംജ്ഞം ശ്രീകൃഷ്ണൻ എന്ന പേരോടുകൂടിയവനുമായ പുരുഷം ഋഷഭം, ഈ പുരുഷോത്തമനെ നതഃ അസ്മി, ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കഴിഞ്ഞ ഇതിൽ എന്താ പറഞ്ഞത്? ഭഗവാൻ നിർദ്ദേശിച്ചതുപോലെ ബദരിയാശ്രമത്തിലെത്തി കാലം കഴിച്ച് എന്നിട്ട് പറഞ്ഞു, ഈ ഉദ്ധവന് കൊടുത്ത ഈ ഉദ്ധവോപദേശം ജ്ഞാനാമൃതം ആരാണ് പാനം ചെയ്യുന്ന ആ ആൾ അതിവേഗം സംസാരസാഗരം കടക്കാൻ ശക്തിയുള്ളവനായി തീരുന്നു എന്നല്ലേ. അപ്പോൾ ഇതിലും അതന്നെയാണ്. അതായത് സംസാരഭയം ഇല്ലാണ്ടാക്കാനായി ഈ വേദങ്ങൾക്ക് ജന്മം നൽകിയവനും വേദസാരം തന്നെയായവനുമായ ആ ജ്ഞാനവിജ്ഞാനങ്ങളെ വണ്ട് പുഷ്പങ്ങളിൽ നിന്ന് തേന് എന്ന പോലെ, വണ്ടെങ്ങനെയാണ് പൂവുകളിൽ പോയിട്ട് അതിൻ്റെ സത്തായിട്ടുള്ള തേനെടുക്കുക, അതുപോലെ ഗ്രഹിച്ചിട്ട് സമുദ്രത്തിൽ നിന്ന് അമൃതവും മഥനം ചെയ്തെടുത്ത് അത് ഭഗവാൻ നിഷ്കാമ ഭക്തന്മാർക്കും സകാമകർക്കന്മാർക്കും എല്ലാ ഭക്തന്മാർക്കും ഭഗവാൻ പാനം ചെയ്യിച്ചുവോ, ആ സച്ചിദാനന്ദമൂർത്തിയായ പുരുഷോത്തമനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം തന്നെ നിർത്തണത് അല്ലേ. അതായത് എന്താ പറയുക, ശുകബ്രഹ്മർഷി അത് പറഞ്ഞിട്ടാണ്, അത് വളരെ നന്നായി പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞറിയോ? അതായത് ശ്രീ ഭഗവാനാൽ ഈ സ്നേഹമാവുന്ന സമുദ്രത്തിൽ നിന്ന് എടുത്ത ഈ അമൃതം, ഭഗവാനാൽ ഉദ്ധവന് ഉപദേശിക്കപ്പെട്ടതായ ഈ ജ്ഞാനാമൃതത്തെ ആരാണ് ശ്രദ്ധാഭക്തികളോടെ സേവിക്കുന്നത് അവർക്ക് മുക്തി ഉണ്ടാവും എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞ, പൂവുകളിൽ നിന്ന് വണ്ടുകൾ തേനെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അതെ, പൂവുകളിൽ നിന്ന് എങ്ങനെയാണ് വണ്ടുകൾ ആ തേന് മാത്രം എടുക്കില്ല, അതുപോലെ പാലാഴി കളഞ്ഞ അമൃതം എടുത്തിട്ട് ദേവന്മാരെക്ക് അവരുടെ ജരാനരകൾ മാറ്റിക്കൊടുത്തവനും അല്ലേ അമൃതം, ദേവന്മാരെ അവർക്ക് ജലാനരകൾ മാറ്റിക്കൊടുത്തവനും ഈ സംസാരത്തിൽ ദുഃഖിക്കുന്നവരുടെ സന്താപം അകറ്റുന്നതിനായിട്ട് ഈ വേദമാകുന്ന സമുദ്രം കടഞ്ഞ് അതിലത്തെ ജ്ഞാനവിജ്ഞാനസാരമായ ഈ ഭാഗവതാമൃതം ഉദ്ധവോപദേശത്തിൽ കൂടി എല്ലാ ഭക്തന്മാരെയും ആസ്വദിപ്പിച്ചവനും വേദത്തിന് ജന്മം നൽകിയവനുമായ ആ പുരുഷോത്തമനെ ഞാനിതാ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശുകബ്രഹ്മർഷി ഈ അധ്യായം അവസാനിപ്പിക്കണം. ശരിയല്ലേ? അതായത് വണ്ടുകളിൽ നിന്ന് പൂവുകളിൽ നിന്ന് വണ്ട് തേനെടുക്കുന്ന പോലെ ഭഗവാൻ അമൃത് കടഞ്ഞ്, ഏത് ഭഗവാനാണ് അമൃത് കടഞ്ഞ് ദേവന്മാരുടെ ജരാനരകളെ മാറ്റിയത്? എന്നിട്ട് ഈ സംസാരമാകുന്ന സാഗരത്തിലെ കടന്ന് മുങ്ങി ദുഃഖിക്കുന്നവരുടെ സന്താപം അകറ്റാൻ വേണ്ടിയിട്ടാണ് വേദമാകുന്ന സാഗരത്തിലത്തെ
വേദമാകുന്ന സാഗരത്തിനെ കടഞ്ഞ് അതിലത്തെ സാരാംശം എടുത്ത ഉദ്ധവൻ എന്ന ഭക്തനിൽ കൂടി എല്ലാ ഭക്തന്മാരെയും പാനം ചെയ്യിപ്പിച്ച ഈ മഹാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഞാനിതാ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും നമ്മളെയൊക്കെ കുടിപ്പിച്ചല്ലോ അപ്പോൾ ഇല്ലേ. ആ വേദത്തിൻ്റെ സത്തായിട്ടുള്ള ആ വേദാമൃതം ഉദ്ധവന് കൊടുത്ത ഉപദേശത്തിൽ കൂടി അത് വായിക്കുന്നവരെ ഭക്തന്മാരെ മുഴുവൻ പാനം ചെയ്യിപ്പിച്ച ആ കൃഷ്ണ ഭഗവാനായിട്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ഇത് നിർത്തുന്നത്. അപ്പോൾ 29-ാം അധ്യായം ഇതോടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ ഞാൻ 49 വായിക്കാം. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം അപായയദ്ഭൃത്യവർഗാൻ പുരുഷമൃഷമാദ്യം, അതായത് പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള കൃഷ്ണസംജ്ഞം, കൃഷ്ണൻ എന്ന പേരോടുകൂടിയ ആ ദേവന് നാഥോസ്മി ഞാൻ നമസ്കരിക്കുന്നു. അതായത് ഉദ്ധവൻ്റെ പ്രശ്നങ്ങൾക്ക് ഉദ്ധവന് ഉപദേശം കൊടുക്കുക എന്നുള്ള നാട്യത്തിൽ ഏതൊരു ഭഗവാനാണ് ലോകത്തെ മുഴുവൻ ഈ ഉപദേശം കൊണ്ട് അനുഗ്രഹിച്ചത്, ആ കൃഷ്ണ ഭഗവാനെ ഞാനിതാ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്കും സുഖബ്രഹ്മർഷിയുടെയും പരീക്ഷത്തിൻ്റെയും കൂടെ നമ്മളെയും ഈ ഉദ്ധവനിൽ കൂടി നമ്മളെയും ഈ അമൃതം പാനം ചെയ്യിപ്പിച്ച ഭഗവാനെ നമുക്കും വീണ് ആ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്കും നമസ്കരിക്കാം. അതോടെ 29-ാം അധ്യായം കഴിഞ്ഞു. ഇനി ഭഗവാന്റെ സ്വർഗാരോഹണമാണ് അടുത്ത അധ്യായം. അത് വളരെ ഒരു സങ്കടമുള്ള ഒരു അധ്യായം എന്ന് പറയട്ടെ അല്ലേ. അത് നമുക്ക് വായിക്കാൻ തന്നെ വാസ്തവത്തിൽ വളരെ വിഷമമുള്ളൊരു അധ്യായമാവും. കാരണം ഭഗവാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിന്ന് ചുരുക്കി ഒന്ന് പറയാൻ നോക്കാം. ഈ എങ്ങനെയാണ് ചോദിക്കുകയാണല്ലോ ഉദ്ധവൻ, എങ്ങനെയാണ് ഈ യോഗമാർഗത്തെ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ഈ ഭാഗവത ധർമ്മം അനുഷ്ഠിച്ചിട്ട് ഭഗവാനെ പ്രാപിക്കുക, സാധാരണക്കാരനെ എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ ഉത്തരമാണോ പറയണത്? ചുരുക്കി പറയൂലോ ഒന്നും കൂടിയും വ്യക്തമായിട്ട്. ഹേ ഉദ്ധവ, എല്ലാം എന്നിൽ അർപ്പിച്ചും എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചും എന്നിൽ അനന്യഭക്തിയോടും കൂടി നീ അങ്ങ് പുണ്യപ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് സത്സംഗം കൊണ്ട് അങ്ങനെ അധ്യാത്മയോഗം അഭ്യസിക്കൂ പറഞ്ഞു അല്ലേ. എല്ലാവരെയും ഈശ്വരനായി കണ്ട് വീണ് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. എല്ലാം ബ്രഹ്മമയമായി കാണണം. ഞാനെന്നും എൻ്റേതുള്ള അഹന്ത മമതയൊക്കെ വെടിഞ്ഞ് എല്ലാ കർമ്മങ്ങളും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്നതെല്ലാം എനിക്കുള്ള ആരാധനയായി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പം അങ്ങയുടെ വിഷമം മാറിയില്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു കരുണാമയനായിട്ടുള്ള ഭഗവാനെ, എനിക്കിപ്പോൾ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അജ്ഞാനാന്ധകാരം മുഴുവൻ നീങ്ങി അവിടുന്ന് എൻ്റെ വിജ്ഞാന ദീപത്തിനെ അങ്ങ് എൻ്റെ ഉള്ളിലെ വിജ്ഞാന ദീപം അങ്ങ് കൊളുത്തി അടിയൻ്റെ എല്ലാ സംശയങ്ങളൊക്കെ തീർന്നു. ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ഭാഗവതധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എൻ്റെ ഈ ദേഹം വീഴുന്നത് വരെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങക്ക് അത് പറഞ്ഞ് നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാത്വച്ചരണാം ഭോജൈരതി സ്യാതന പായിനി പറഞ്ഞുല്ലോ. അതായത് അവിടുത്തെ തൃപ്പാദകമലങ്ങളിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവാൻ എങ്ങനെയായാലാണ് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക, അതുപോലെ എന്നെ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് നമസ്കരിച്ച് 2 കൈകളും ശിരസിൽ വെച്ച് ഭഗവാൻ കൊടുത്ത പാദുകങ്ങളും വെച്ച് ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോട് കൂടിയിട്ട് ഭഗവാനെ തന്നെ നോക്കി അങ്ങനെ പിന്നാക്കം നടന്ന് മുമ്പ് പിന്നാക്കം നടന്നത് ഭഗവാനെ കാണാതാവുന്ന വരെ പിന്നാക്കം നടന്ന് ഭഗവാനെ കാണാതാവുന്ന അങ്ങനെ നടന്ന് ബദരിയിലേക്ക് നടന്ന് മറഞ്ഞു. ഇങ്ങനെ ഇപ്രകാരം ആരാണോ പണ്ട് പാലായും കടഞ്ഞിട്ട് അമൃതം കൊണ്ട് ദേവന്മാരുടെ ജരാനരകളെ ഇല്ലാതാക്കിയത്,
അതേപോലെ തന്നെ ഈ പിന്നെ വേദസമുദ്രത്തിൽ നിന്ന് ആത്മജ്ഞാനമാകുന്ന ഈ ദിവ്യാമൃതത്തെ ഉദ്ധവനാകുന്ന ശിഷ്യനിൽ കൂടി ഈ ലോകത്തിലെ എല്ലാ ഭക്തന്മാർക്കും ആരാണ് തന്നനുഗ്രഹിച്ചത്? ആ കൃഷ്ണസ്വരൂപിയും പരമഗുരുവുമായ ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെ നമസ്കരിച്ചിട്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി ഈ 29-ാം അധ്യായം ഉപസംഹരിച്ചത്. അപ്പം നമുക്ക് ഇന്നിവിടെ നിർത്താം. ഭഗവാനെ നമുക്കും നമസ്കരിച്ച് നമുക്കും നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാത്വച്ചരണാം ഭോജേ രതിസ്യാദനപായിനി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.